ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ അമ്മമ്മയുടെ പിറന്നാളാണ് കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അമ്മമ്മയുടെ പിറന്നാളല്ലേ, അപ്പോൾ പിന്നെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ രമണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സെലിബ്രേഷൻ. അമ്മമ്മയുടെ മോളാണ് രമണി ചേച്ചി. അമ്മമ്മയുടെ ഒരു വലിയ കുടുംബമാണ്. 4 മക്കളാണ് കേട്ടോ അമ്മമ്മയ്ക്ക്. വലിയ കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ. എന്നാലും അനിയനും അനിയത്തിമാരും മക്കളും പേരമക്കളും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അമ്മമ്മയുടെ പിറന്നാളിന്. അങ്ങനെ മക്കളുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാനാണ് ഇത്തവണ വിചാരിച്ചത് കേട്ടോ. അമ്മമ്മ അങ്ങനെ പുതിയ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ട്, പിറന്നാളല്ലേ, പുതിയ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അമ്മമ്മയുടെ കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അമ്മമ്മയുടെ 4 മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് അമ്മമ്മയ്ക്ക് ഇത്തവണ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഈ കേക്ക് എടുത്തു കൊടുക്കുന്നത് സനുവേട്ടനാണ്, അതായത് വല്യമ്മയുടെ മോനാണ് സനുവേട്ടൻ. അങ്ങനെ എല്ലാവരും ഒത്ത് അമ്മമ്മയുടെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കുന്ന ടൈമാണ് കേട്ടോ. ഇങ്ങനെ വല്ല പിറന്നാളോ കല്യാണോ ഒക്കെ വരുമ്പോഴാണല്ലേ നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത്. നമ്മളെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ ഒന്ന് ഒത്തുകൂടാൻ കിട്ടിയ ടൈമാണ്. അപ്പം നമ്മളും തന്നെ അത് മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മാക്സിമം ഫോട്ടോസ് എടുക്കുക, എല്ലാവരും ഒരുപാട് സംസാരിക്കുക, ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ പരിപാടി. അപ്പോൾ അങ്ങനെ അമ്മമ്മയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയാലൊക്കെ. പിന്നെ ഓരോരുത്തരായിട്ട് അമ്മമ്മയ്ക്ക് ഇങ്ങനെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് അമ്മമ്മയുടെ മക്കളും അമ്മമ്മയുടെ പേരക്കുട്ടികളും അനിയനും അനിയത്തി എല്ലാവരും കേക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ അമ്മമ്മയുടെ അനിയനൊക്കെ അമ്മമ്മേനെ പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആ സമയത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ കസിൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കേക്ക് കൊടുക്കുന്നത് അമ്മമ്മയുടെ അനിയത്തിയാണ്, പരപ്പനങ്ങാടിയുള്ള അനിയത്തിയാണ് കേട്ടോ. അവരൊക്കെ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സ്ഥലം മഞ്ചേരിയാണ്. അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടിക്ക് അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അമ്മമ്മ അച്ഛന് കേക്ക് കൊടുക്കുകയാണ്, അമ്മമ്മയുടെ മോനാണ്. പിന്നെ അങ്ങനെ വല്യമ്മ, അമ്മമ്മയുടെ അനിയൻ, പിന്നെ ഞങ്ങൾ കസിൻസ്, അങ്ങനെ ഓരോരുത്തരായിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് എല്ലാവരും അമ്മമ്മയ്ക്ക് കേക്ക് കൊടുത്ത് അമ്മമ്മയുടെ വയറ് നിറച്ചു എന്ന് പറയാം. പക്ഷെ അമ്മമ്മയ്ക്ക് അധികം കൊടുക്കാൻ പറ്റില്ല, അമ്മമ്മ അസുഖമൊക്കെ ഉള്ള ആളാണ്. എന്നാലും എല്ലാവരും ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും അമ്മമ്മയ്ക്ക് കേക്ക് കൊടുത്തു കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ പോപ്പറൊക്കെ പൊട്ടിച്ചിട്ട് അവരങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് അമ്മമ്മയ്ക്ക് കേക്ക് കൊടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം അമ്മമ്മേനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് നല്ല സന്തോഷിപ്പിച്ചു. കേക്ക് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അടുത്ത സെക്ഷൻ എന്തായിരിക്കും, ഫോട്ടോ സെക്ഷൻ ആയിരിക്കും. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. പിന്നെ അടുത്ത സദ്യേൻ്റെ സമയമാണ്. പിന്നെ ഫോട്ടോസൊക്കെ എല്ലാവരും ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഫോട്ടോസ് തന്നെ പിന്നെ നോക്കാൻ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ മാറി മാറി അമ്മമ്മേൻ്റെ കൂടെ പേരക്കുട്ടികളും മക്കളും എല്ലാവരും കൂടെ മാറി മാറി ഓരോ ഫാമിലി ആയിട്ട് തന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസൊന്നും ഇതിനകത്തില്ല, ചില ഫോട്ടോസൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത സദ്യയാണ് കേട്ടോ. പിറന്നാളിൻ്റെ ഒരു മെയിൻ ഐറ്റം അല്ലേ സദ്യ എന്ന് പറയുമ്പോൾ, നമ്മൾ പിന്നെ അത് ഒഴിവാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നല്ലൊരു പിറന്നാൾ സദ്യ കൂടെ കഴിച്ചിട്ട് പിറന്നാളാഘോഷം അങ്ങോട്ട് ഗംഭീരമായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇതുണ്ടല്ലേ, സദ്യക്ക് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ലൊരു സദ്യ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സദ്യ ഇരുന്ന് കഴിക്കുകയാണ്. രണ്ടാമത്തെ സെക്ഷനാണ്. കുറച്ച് പേര് അമ്മമ്മ ആദ്യം കഴിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മമ്മയുടെ പിറന്നാളായതുകൊണ്ട്. പിന്നെ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളൊക്കെ ഇരുന്ന് അവിടെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പൂസിനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവനെന്തെങ്കിലും കുരുത്തക്കട ഒപ്പിക്കും. അതുകൊണ്ട് അപ്പൂസിനെ നോക്കാൻ വേണ്ടി അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പിന്നെ അവിടെ കുറേ നേരം TV കണ്ട് കുറേ നേരം ഫോണിൽ കളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ അപ്പോഴാണ് ബോയ്സൊക്കെ കൂടെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പാട്ട് പാടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി കേട്ടോ. ഞാൻ അവർ പാട്ട് പാടുന്ന വീഡിയോ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം.
സത്യം പറഞ്ഞാൽ സനുവേട്ടനും ശ്രീയേട്ടനും വിഷ്ണുവും ഒക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്ത കാവിലെ പാട്ട് മത്സരം പിന്നെ ഒരു അന്താക്ഷരിയായിട്ട് മാറിയിട്ടോ. അവർ തുടങ്ങിയപ്പോൾ ഞങ്ങളും വിട്ടുകൊടുത്തില്ല. ഗേൾസ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളും പാട്ട് പാടി തുടങ്ങി. അത് പിന്നെ അങ്ങനെ പോയി ഒരു അന്താക്ഷരിയായിട്ട് മാറി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താക്ഷരി കളിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ പാട്ട് മാത്രം പോരല്ലോ, ഒരു ഡാൻസും കൂടി ആയാലോ എന്നായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ടി വിയിൽ പാട്ടിട്ട് കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പാട്ട് മത്സരത്തിന് ശേഷം പിന്നെ അടുത്ത പ്ലാനിങ് ഒരു ഡാൻസും കൂടെ കളിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഇവരിവിടെ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്, പാട്ട് നിർത്തണില്ല. അവർ ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കുന്നു, പാട്ട് പാടുന്നു. അപ്പം പിന്നെ നമ്മളും അതിനനുസരിച്ച് ഞങ്ങളും പാടിക്കൊടുത്തു. ആ അന്താക്ഷരി അങ്ങനെ കുറച്ച് നേരം നീണ്ടു നിന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു അമ്മമാരും മറ്റുള്ളവരൊക്കെ കേട്ടോ. കുട്ടികൾ ഞങ്ങളുടെ ഇടയിൽ കുറേയൊക്കെ കൂടി. പിന്നെ ഞങ്ങളും വിട്ടുകൊടുത്തില്ല, ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ആ പാട്ട് മത്സരം കുറച്ച് അങ്ങനെ നീണ്ടുപോയി. അതിനുശേഷം പിന്നെ നമുക്ക് ഡാൻസും കൂടെ ആവാമെന്ന് പറഞ്ഞ് കുട്ടികൾ ടി വിയിൽ പാട്ടിട്ടു. ഞങ്ങളടുത്ത പിന്നെ ഡാൻസും കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായി തന്നെ പറയാം. അപ്പം ഞങ്ങൾ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ രമണി ചേച്ചി ചായയും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം അമ്മമ്മ ഇവിടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അമ്മമ്മ ഞങ്ങളുടെ പാട്ടും ഡാൻസൊക്കെ കണ്ട് നോക്കിയിരിക്കുകയാണ്. അമ്മമ്മയ്ക്ക് ഇങ്ങനെ എല്ലാവരും വരിക, എല്ലാവരും ഒത്തുകൂടുക, പാട്ട് ഡാൻസ് അതൊക്കെ കണ്ടിരിക്കാനും ഒക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാട്ടോ കാര്യത്തിലൊക്കെ അമ്മമ്മ. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കാണുന്നത് നല്ല ഇഷ്ടമാണ് അമ്മമ്മയ്ക്ക്. അപ്പം അമ്മമ്മ അതൊക്കെ നോക്കി നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അമ്മമ്മയുടെ ഡേ ആണ്. അമ്മമ്മ എന്തായാലും ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആഘോഷമാക്കി എന്ന് തന്നെ അങ്ങോട്ട് പറയാം. പിന്നെ വൈകുന്നേരം ആയിട്ട് എല്ലാവരും ഒന്ന് പിരിഞ്ഞപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.